എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഐതിക്കുട്ടന് പോളിയോ കൊടുക്കാനായിട്ട് നമ്മളെ തൊട്ടടുത്തൊരു പള്ളിയിൽ വെച്ചിട്ടാണ്, മദ്രസയിൽ വെച്ചിട്ട്, പള്ളി മദ്രസയും കൂടി കൂടിയിട്ടുള്ള അവിടേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പോളിയോ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തൊട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ വീടിൻ്റെ പരിസരത്തൊക്കെ അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂടെ വാ, നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോളിയോ കൊടുക്കണേ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ, പള്ളിയിൽ മദ്രസയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ പോളിയോ കൊടുക്കാൻ കയറ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല, എന്നാലും അവനൊരു ഉള്ളിലൊരു പേടി. കാരണം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവന് ആദ്യം ഒരു ഇത്, പിന്നെ മനസ്സിലായത് ഇഞ്ചക്ഷനൊന്നുമില്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ സമയം വൈകിയെന്ന് വിചാരിച്ചിട്ടേ കഴിഞ്ഞിട്ടുണ്ടാവുന്നേ. അത് പിന്നെ കയ്യുമ്മ ഒരു പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടുന്ന ആ ഒരു ഇതൊക്കെ ഇട്ട് കൊടുത്ത് കയ്യുമ്മ. അവനക്ക് ആകെ ആരെങ്കിലും പരിചയമില്ലാത്തവരെ കണ്ട ആൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കും, എല്ലാവരും നോക്കും. അങ്ങനെ പരിചയമുള്ളവരെ കണ്ടാൽ മാത്രമേ ഹാപ്പിയാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇതൊക്കെ എല്ലാവരും പോന്ന് കഴിഞ്ഞിക്കൊണ്ട്, പിന്നെ ഒറ്റയായിട്ട് കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മളെ ആശാ വർക്കർ നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ന് പിന്നെ അവിടുന്ന് പിന്നെ ആളുകളൊക്കെ വരുന്നുണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ അസറിൻ്റെ നമസ്കരിക്കണ സമയത്താണ്. അപ്പോൾ അവിടെ പള്ളിയിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പോളിയോ കൊടുക്കണ ഇത് പിന്നെ മറ്റുള്ള എല്ലാ ഡോസും അവൻ്റെ കഴിഞ്ഞു. ഇത് പിന്നെ നിർബന്ധമായിട്ടും ചെയ്യണമല്ലോ. 2 തുള്ളി ആണെങ്കിലും അതിൻ്റെ വലിയൊരു ഇതായിരിക്കും അതിൻ്റെ ഗുണം. കാരണം നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ രോഗങ്ങളും ഒക്കെ ഉള്ള ആ ഒരു പിന്നെ ഇനിയിപ്പോൾ എന്ത് രോഗമാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാം പിന്നെ നമ്മളെപ്പോഴും ആ ഒരു ഇതിനുള്ള നമ്മൾ എപ്പോഴും ആ ആരോഗ്യമൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലാണോ എല്ലാം നമ്മൾ ചെയ്തിരിക്കണം. അപ്പം ഞങ്ങളങ്ങനെ അവിടുന്ന് അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോന്നു. ഇപ്പോൾ നമ്മൾ അവിടുന്ന് പോന്ന് നമുക്കിനി നല്ലൊരു സ്ഥലം കാണാൻ പോവാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്ഥലം. കാരണം അത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ബാക്ക് വശമാണ് കേട്ടോ, ബാക്ക് വശത്ത്. അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പ് ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായി. അപ്പോൾ അന്ന് അവിടെ നന്നായിട്ട് കൃഷിയൊക്കെ നന്നായിട്ട് പച്ചപ്പുള്ള കൃഷി ഇറക്കിയ വിളവെടുപ്പിൻ്റെ ആ സമയമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെയൊക്കെ ഒന്ന് വന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അവിടെ നെല്ലും അതുപോലെ തന്നെ പച്ചക്കറി ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ്. നമ്മൾ തൊട്ടടുത്താണ്. നല്ല രസമുണ്ട് അവിടെ കാണാൻ. ഒരുപാട് പ്രാവുകൾ വന്നിട്ട് നല്ല കൂട്ടമായിട്ട് ഒക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിക്കാൻ കരുതി നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നിറച്ച് വെണ്ട, അതുപോലെ പയർ, പിന്നെ ഈ പൊട്ടുവെള്ളരി, അങ്ങനെയുള്ള കൃഷി ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ നെല്ലിൻ്റെ പാടമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിറച്ച് പച്ചക്കറികൾ
ഈ വെള്ളരിയും അതുപോലെ പൊട്ടുവെള്ളരിയും പിന്നെ ചിരങ്ങ അതൊക്കെ അവിടെ ഉണ്ടായി നിലത്തിങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു കാഴ്ചയൊക്കെ കുറേ നാളായി ഞാൻ അങ്ങനെ കണ്ടിട്ട് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങിക്കുക എന്നല്ലാണ്ട് ഇത്രയും ഇതിൽ കണ്ട നിരന്ന പാടമാണ്. അപ്പം അതിൽ ഈ മെഷീനറിയാണ് ഇപ്പോൾ ഒക്കെ ഈ കൊയ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടത്തെ ആ ഒരു ഇതൊന്നുമല്ല. അപ്പോൾ ഒരുവിധമൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് അവിടെ തന്നെ ഇട്ടിട്ടാണ് നെല്ല് പിന്നെ ഉണക്കണതും ഒക്കെ ഷീറ്റിൽ വിരിച്ചിട്ട് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും നല്ലൊരു സ്ഥലം, അങ്ങനെ വെജിറ്റബിളും പച്ചക്കറീൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നെല്ലുമായിട്ട്. ഞാനിങ്ങനെ ഈ ഒരു സ്ഥലമൊന്നും ഇവിടെ ഒന്നും അടുത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സ്ഥലമുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു വഴിക്ക് ഈ ഒരു വഴി കൂടെ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു സ്ഥലം കുറച്ച് ദിവസം മുമ്പ് ഇവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടേക്ക് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നമ്മൾ ഏതായാലും പോളിയോ കൊടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. എന്നാലും നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമല്ലേ. ഇതുണ്ടോ വൈക്കോല് ഇങ്ങനെയാണ് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു മെഷീനിൽ അങ്ങനെ ആക്കി വെക്കണ തോന്നണേ. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. കാരണം നമ്മളെ മുമ്പൊക്കെ ഇങ്ങനെയല്ലല്ലോ, വലിയ വൈക്കോൽ കുണ്ടേ അങ്ങനെയൊക്കെ അല്ലേ. ഇത് ഇങ്ങനെ റോൾ ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഈ കൃഷിക്ക് വെള്ളത്തിന് ആവശ്യമായിട്ടൊരു കുഴിയൊക്കെ ഉണ്ട്, കുളം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും വെള്ളം ഈ ഒരു കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല സ്ഥലം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വെജിറ്റബിൾസും ഉണ്ട്, അതുപോലെ തന്നെ അരിൻ്റെ അതേപോലെ നെല്ലിൻ്റെ ആ സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയൊക്കെ യോജിച്ചിട്ട് കാണുന്ന ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ വിളവെടുപ്പൊക്കെ ഏകദേശം പച്ചക്കറിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നാലും കുഞ്ഞ് നമ്മൾ ഈ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുഞ്ഞാണല്ലോ ഈ വെള്ളരിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ പയറൊക്കെ ഒരുപാട് പയറൊക്കെ ഉണ്ടാവും നിൽക്കണം. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി സ്ഥലം. ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപൂർവമായിട്ട് കാണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മളത് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ വൈക്കോൽ ഇങ്ങനെയൊക്കെ റോൾ ചെയ്ത് വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല അപ്പോൾ ഇവിടെ നന്നായിട്ടുണ്ടാവും കേട്ടോ പച്ചക്കറി. കാരണം എന്താ ഇതൊക്കെ ചെറിയതായിട്ട് ലാസ്റ്റിലുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ ചെറുതൊക്കെ ആണല്ലോ, ആ ഒരു ലാസ്റ്റ് സംഭവമായിട്ടുണ്ട്. അപ്പോൾ കുറേ കിടക്കുന്നുണ്ട് അവിടെയൊക്കെ. നല്ല സ്ഥലമാട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ചെന്ന് ഇങ്ങനെ നടക്കാൻ തന്നെ നമുക്ക് നല്ല ഒരു ഇതാണ്. 4 മണിക്ക് ശേഷം നല്ല കാറ്റും വെയിലൊക്കെ ഇങ്ങനെ ഏകദേശം മങ്ങി വരുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ പുല്ലിൽ കൂടെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് പുല്ലിൽ കൂടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പതുക്കെ ചവിട്ടി നോക്കി. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാനവിടെ നെല്ലൊക്കെ ഉണക്കാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ എഴുതിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നടക്കുകയാണ്. ഷീറ്റിൽ അവിടെ തന്നെ കൊയ്തിട്ട് അവിടെ തന്നെ നെല്ലൊക്കെ ഉണക്കിയിട്ടിട്ട് പിന്നെ അവർക്ക് അങ്ങനെ കൊണ്ടുപോകാൻ എഴുതിയിട്ട്. അങ്ങനെ നല്ല വെയിലാണല്ലോ ഇപ്പോൾ സുഖമായിട്ട് ഉണക്കാമല്ലോ. അങ്ങനെ കുറച്ചൊക്കെ കിളികളൊക്കെ തിന്നാലും അവർക്കും ഭക്ഷണം വേണ്ടേ. അവരും അത് തന്നെ പടച്ചതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അവർക്കും ഭക്ഷണമൊക്കെ കിട്ടുന്നത്. പക്ഷികൾക്കൊക്കെ നല്ല ഇതല്ലേ. ഇതുണ്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പിന്നെയാണ് ഇത് റോൾ ചെയ്യണമെന്ന് തോന്നുന്നു. നല്ല ഭംഗിയിൽ വൈക്കോലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ വളവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ആ ഷീറ്റിട്ടിട്ട് വച്ചിരിക്കുന്നത്. ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും അതുപോലെ പിന്നെ കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വച്ചിരിക്കുന്നത്. അവിടെ പണിക്കാരുണ്ട്, നിറച്ച് പണിക്കാരായിരുന്നു അവിടെ. അപ്പോൾ അവരെ സൈക്കിളും കാര്യങ്ങളൊക്കെയാണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഇതായിട്ട്. അപ്പോൾ ഈ ഒരു കുളത്തിൽ പിന്നെ ഇപ്പോൾ മഴയ്ക്ക് പെയ്യുമ്പോൾ നിറച്ച് വെള്ളം ഉണ്ടാവുമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കാണണതാണല്ലോ.
ഇനി നിങ്ങൾക്ക് അതിലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇനി കാണിക്കാനാൻ പോണത്. കാരണം ആ പ്രാവുകളൊക്കെ അവിടെ ആ പാടത്ത് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ ഇരിക്കും. ഒരുപാടുണ്ട് കേട്ടോ. 1000, ഞാൻ പറഞ്ഞ 1000ത്തിൽ കൂടുതലുണ്ടാവും എന്നാണ് തോന്നുന്നത്. അത്രയും പ്രാവുകളായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൂട്ടം കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് ഇടവിട്ടിട്ട് ഒരുമിച്ച് പറന്ന് ആകാശത്തേക്ക് ഉയരും. എന്നിട്ട് അതേപോലെ തന്നെ ഒരു 5 മിനിറ്റൊക്കെ, ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ പറന്ന് കളിച്ചതിന് ശേഷം വീണ്ടും അത് നെല്ല് കഴിക്കാനായിട്ട് കൊത്തി തിന്നാനായിട്ട് ഈ പാടത്തേക്ക് വീണ്ടും ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അതേ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കൂട്ടായിട്ട് ഇത് ആകാശത്തേക്ക് വീണ്ടും പറക്കും. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല ഭംഗി. ഞാൻ പറയാം എന്തൊരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഒരത്ഭുതം. പഠിച്ച മാഷാ അല്ലാ, അത്ഭുതം. വെറും പ്രാക്കളാണ്, ഒരുപാട് പ്രാക്കളുണ്ട്. പിന്നെ എത്ര എണ്ണാനൊന്നും പറ്റൂല, അത്രയും പ്രാക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ആ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള വഴി ഉണ്ടായില്ല. അപ്പോൾ കുറച്ചും കൂടി അടുത്തൊക്കെ ആകുമ്പോൾ നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അതൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത് നിന്ന്. പിന്നെ അപ്പുറത്ത് ഈ സൈഡിൽ ഉള്ള പോലെ തന്നെ അങ്ങേ സൈഡിലും കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും പണിക്കാരാണ്, ആണുങ്ങളാണ് കേട്ടോ പണിക്ക്, പെണ്ണുങ്ങൾ കുറവാണ് പണിക്ക്. അപ്പോൾ അവരൊക്കെ പിന്നെ അത് ഞങ്ങൾ കുറേ കണ്ട്. പിന്നെ ഇതുമോന് നല്ല ഇഷ്ടമാണ് യാത്ര എന്ന് പറഞ്ഞാൽ. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊന്നും വേണ്ട, എപ്പോഴും ഈ പോവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വണ്ടി പോവുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ചെറിയൊരു യാത്രയാണെങ്കിലും ഉണ്ടല്ലോ അവന് ഭയങ്കര ഇതാണ്. യാത്രയൊക്കെ കരയും, വണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് കരയും. പിന്നെ കുട്ടികളെ സന്തോഷമല്ലേ നമുക്കും. എന്താ അവർക്ക് ഹാപ്പിനെസ് കിട്ടാനായിട്ട് എന്താണ്, അതാണ് കേട്ടോ എൻ്റെ ഇഷ്ടം. ഞാനങ്ങനെ ഇവർ 3 ആളായ സമയത്ത് തന്നെ അവർക്ക് സന്തോഷം കിട്ടണ എന്താ, അതാണ് നമ്മളെയും സന്തോഷം. അപ്പം എത്ര കഷ്ടപ്പെട്ടാലും എത്ര രാത്രി ആയാലും ഒക്കെ അവർക്ക് വേണ്ടി ഉറക്കൊഴിച്ചിരിക്കുക, അവരെ കളി ചിരി, അവരെ ആ ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ ഇങ്ങനെ പിന്നെയും ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് അപ്പുറത്ത് കുറേ പിന്നെ ഇതുപോലെ നെല്ലൊക്കെ അവിടെ കൊഴിയണുണ്ടായി. ചിപ്പുകുട്ടനൊക്കെ ആദ്യമായിട്ടാണ്. എനിക്കങ്ങനെ ആദ്യമായിട്ടല്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പാടവും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അത്ര ഇതില്ല. പിന്നെ മലപ്പുറം ജില്ലയിൽ പറയണ്ടല്ലോ, നമുക്കില്ലെങ്കിലും മറ്റുള്ളവരത് പിന്നെ ഒക്കെ കൃഷിയൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലങ്ങളായിരുന്നു നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ. പക്ഷേ ഇവിടെ ഈ കുട്ടികൾക്കൊക്കെ നല്ല ആ ഒരു ഇതാണ്, ചിപ്പുകൂട്ടന് നെല്ലൊക്കെ ആദ്യമായിട്ട് കാണാൻ. അപ്പോൾ പിന്നെ ഏറ്റവും മെയിനായിട്ട് അവൾക്ക് കാണിക്കാനായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഏതായാലും ഇറങ്ങിയതല്ല, അപ്പോൾ അവൾക്ക് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല സീനറി, തെങ്ങും എല്ലാം ഒരുമിച്ചുള്ളൊരു സ്ഥലം കേട്ടോ. വെജിറ്റബിൾസും അതുപോലെ നെല്ലും അതുപോലെ തന്നെ തെങ്ങും ഒക്കെ പിന്നെ
ഒരുമിച്ചുള്ളൊരു സ്ഥലം. അപ്പോൾ എനിക്കതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടതല്ല, ആകാശമൊക്കെ തെങ്ങിനോടൊക്കെ മുട്ടി നിൽക്കണ മാതിരിയുള്ള ഒരവസ്ഥ. അപ്പം ആ സമയം പോകാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇതിലൊക്കെ നടക്കാനൊക്കെ. ഇനിയിപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാടൊക്കെ നങ്ങനായിട്ട് ഫ്രീ ആയിട്ട് കിടക്കും. മഴ പെയ്യുന്നവരെ കുഴപ്പമുണ്ടാവില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല വെള്ളം പൊങ്ങും കേട്ടോ. അങ്ങനത്തെ സ്ഥലമാണ്. ഇങ്ങനെ വേനൽക്കാലത്തൊക്കെ തിരക്കടില്ല കാണാനൊക്കെ. അങ്ങനെ ഇങ്ങേ സൈഡിലും അതേപോലെ തന്നെ വൈക്കോല് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് വച്ചിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഓരോ കറ്റ കെട്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കറ്റകൾ കെട്ടിയിട്ട് പിന്നെ അത് പിന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്യണൊക്കെ ഇങ്ങനെ വൈക്കോൽ കുണ്ടാന്ന് പറയും. ഇങ്ങനെ വലിയൊരു മരത്തുമ്മ അങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓലെ ഈ മഴയൊക്കെ കൊള്ളണീന് അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ നോക്കാൻ ആളില്ലാത്ത കാരണം പിന്നെ അതൊക്കെ നിർത്തി. എന്നാലും കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുതാവും പെട്ടാ എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ മുമ്പ്. അപ്പോൾ നമ്മൾ പാടത്തൊക്കെ കിളീനെ ആട്ടാനും അങ്ങനെയൊക്കെ പോകും. വെള്ളമടിക്കാനൊക്കെ സൈഡിൽ കൂടിയൊക്കെ വെജിറ്റബിൾ ഇതേപോലെ പയറൊക്കെ നട്ടിരുന്നു എൻ്റെ വല്യമ്മ. അപ്പോൾ അതൊക്കെ വെള്ളം നനക്കാനൊക്കെ വല്യമ്മേൻ്റെ കൂടെയൊക്കെ പോകും. ചിപ്പുക്കുട്ടനൊക്കെ ഫസ്റ്റ് എൻ്റെ മക്കൾക്കറിയാം. അവർക്ക് മലപ്പുറത്തൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ചിപ്പുക്കുട്ടനെ ആദ്യമായിട്ടാണ് നെല്ലൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി മുമ്പ് വന്നാൽ മതി. എന്നിട്ട് ഇത്തിരിയും കൂടി പച്ചപ്പിലൊക്കെ നെല്ലൊക്കെ നിൽക്കണ കാണാൻ. ഇപ്പോൾ പിന്നെ ഏതായാലും പിന്നെ വരണമെന്ന് ഓരോ ദിവസം അങ്ങനെ വിചാരിക്കും. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അസ്സലാമു അലൈക്കും.